എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ സ്വാഗതം. ഒപ്പം കൂഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ ആയിട്ടുള്ള ബിനിത ബേബി മാം ആണ്. മാം, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിസ്റ്ററെ, നമ്മൾ പല കുടുംബങ്ങളിലും കണ്ടിട്ടുണ്ട്, ഈ കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്നും മാറേണ്ട ഒരു സമയമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റൽ ലൈഫിലേക്കാണെങ്കിലും ഒക്കെ പോകുമ്പോൾ ആ കുട്ടികൾക്ക് മാറാൻ പറ്റില്ല. അവർ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും ഈ പാരൻസായിട്ട്. അപ്പോൾ അത്തരം ഒരു സ്വഭാവത്തെ ഈ ഒരു ക്ലിനിക്കൽ പരമായിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? ഇതിനൊരു സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നതും കൈകാര്യം ചെയ്യുന്നതും. കാരണം നമുക്കറിയാം, കുട്ടികൾ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു വളർച്ച എത്തി കഴിയുമ്പോഴത്തേക്കും മാതാപിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം മാറി സ്കൂളുകളിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് നിന്നും മൂവ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു. ചില വ്യക്തികളിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ വ്യക്തികളുമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ നിന്ന് അടുത്ത വ്യക്തികളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നടത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥ, പ്രത്യേകിച്ച് അത് അവരുടെ ഒരു ആശങ്ക മൂലം, പേടി മൂലം അവർക്കങ്ങനെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ദിവസം ഒരു കുഞ്ഞിനെ അമ്മയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോഴത്തേക്കോ അത് പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ കുഞ്ഞതിനെ സമ്മതിച്ചില്ല എന്ന് വെച്ച് നമ്മളൊരു സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന ഡയഗ്നോസിസിലേക്കൊന്നും എത്തില്ല. അതിൻ്റേതായിട്ടുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ അത് എത്ര നാളത്തേക്ക് ഇതേപോലത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നെല്ലാം സ്ഥിരീകരിച്ചിട്ടാണ് നമ്മൾ അതിനെ ഒരു ഡിസോർഡർ എന്ന ബേസിസിലേക്ക് കൊണ്ടുപോകുന്നത്. ലക്ഷണങ്ങൾ എന്ന് പറയുന്നപ്പോൾ അതെന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ? ഓക്കെ, നമുക്ക് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളെ ശാരീരികം, വൈകാരികം, പെരുമാറ്റപരം എന്നൊരു രീതിയിൽ നമുക്ക് പല തട്ടുകളായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. കൂടുതലായിട്ട് ഈ ശാരീരിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അമിതമായിട്ടുള്ള കരച്ചിൽ വരുന്നു. ഇങ്ങനെ കരയുന്നത് കൊണ്ട് ശ്വാസം പോലും കിട്ടാത്ത രീതിയിൽ കുട്ടികൾ നമ്മൾ പറയും കരഞ്ഞ് തളർന്ന് അവശരാകുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ വോമിറ്റിംഗ് ടെൻഡേഷൻ, അതായത് ഇവരിൽ നിന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് വോമിറ്റ് ചെയ്യുന്നു, വോമിറ്റ് ചെയ്ത് തളരുന്നു. പിന്നെ അതേപോലെ തന്നെ ഉള്ളതാണ് എക്സസീവായിട്ടുള്ള ഈ കരച്ചിൽ, വോമിറ്റിംഗ്. പിന്നീട് അവർക്ക് ഉണ്ടാകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിൻറ്റിങ്, അതായത് തലകറങ്ങി വീണു പോകുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ്. തലവേദന, വയറുവേദന, ശാരീരികമായിട്ടുള്ള ആസ്വാസ്ഥ്യങ്ങൾ കാണിക്കുക. അപ്പം ശാരീരിക പ്രകൃതങ്ങളിൽ അതാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. പിന്നീട് അതിൻ്റെ ഒരു പെരുമാറ്റത്തിലേക്ക് വരുമ്പോഴത്തേക്കും ദേഷ്യം കൂടുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ ആരിൽ നിന്നാണോ മാറ്റി വേറൊരിടത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അവിടെ ബഹളം വെക്കുന്നു. മറ്റു കുട്ടികളുടെയോ അല്ലെ മറ്റു ആൾക്കാർക്കോ ഒരു പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോകുന്നു. ഇവരുടെ ഒരു ഇമോഷണലായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സൈലൻ്റ് ആയിട്ട് പോകും, തീർത്തും സൈലൻ്റ് ആകുന്നു, ആരോടും മിണ്ടുന്നില്ല. നമ്മൾ പറയും അത്രയും നേരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു സമയത്തേക്ക് ആരോടും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ കുട്ടികൾ നമ്മൾ പറയും വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർക്കൊരു അറ്റൻഷനോ കോൺസെൻട്രേഷനോ കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് സാധാരണയായിട്ട് നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിപ്പോൾ ഒന്നോ രണ്ടോ സിറ്റുവേഷനിൽ മാത്രമല്ല, എപ്പോഴൊക്കെ സെപ്പറേറ്റ് ആകാനായിട്ടുള്ള ചാൻസസ് വരുന്നോ ആ ഒരു സമയം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്തിന് ജസ്റ്റ് ബിഫോർ ഇത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം വളരെ മോശമായ ഒരു സ്ഥിതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പം മാം, സ്കൂളിൽ ഇപ്പോൾ ഓൾറെഡി അവർക്ക് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ ചില കുട്ടികളിൽ നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടെങ്കിലും അവർക്ക് എപ്പോഴും പാരൻസിൻ്റെ ചിന്തയായിരിക്കും, അല്ലെങ്കിൽ അവർ വിട്ട് നിൽക്കുന്നതിനോട് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ഓട്ടോമാറ്റിക് വരാറുണ്ട്. ചിലപ്പോൾ ഒരു ഹൈസ്കൂളിലേക്ക് ആകുമ്പോൾ സ്കൂൾ മാറി വരുന്നൊരു സമയം, അതുപോലെ പാരൻസ് വിദേശത്തുള്ളവർ പെട്ടെന്ന് അമ്മയൊക്കെ പുറത്തേക്ക് പോയി, അങ്ങനെയുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് സ്കൂളും കൂടിയും ചേഞ്ച് ആകുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പലപ്പോഴും ഫ്രണ്ട്സിന് നഷ്ടപ്പെട്ടു, അമ്മേനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയിൽ വന്ന് നിന്ന് സങ്കടപ്പെടാറുണ്ട്. പിന്നെ കുറച്ച് സമയം പിടിക്കും അവർ, കാരണം ഇത്തിരി ഏജായ കുട്ടികൾ, അഡോളസെൻ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് ആ ഒരു വിഷമത്തിൽ തിരിച്ചു വരാൻ ഇത്തിരി സമയം പിടിക്കാറുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അവർ നമ്മളിലേക്ക് ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ വിദേശത്ത് പോയ കുട്ടികൾക്കാണ് ആ സമയത്തൊക്കെ വളരെയധികം
വിഷമം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ ലൈഫിലൊക്കെ ഓരോ ക്രൈസിസ് വരും. മെച്ചുറേഷൻ ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഓരോ പ്രായത്തിൽ വരുന്ന സെപ്പറേഷൻസും മാറ്റങ്ങളും നമുക്കിപ്പോൾ ഒരു പ്രായമാകുമ്പോൾ റിട്ടയർഡ് ആവുന്ന ഒരു ഏജ് വരുന്നവരുണ്ടാവും, വലിയ ആളുകൾക്കുണ്ടാവും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങനത്തെ ക്രൈസിസിലേക്ക് വരിക എന്ന് പറയുന്നത് വേണ്ടപ്പെട്ട ആളുകൾ വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അതവർക്ക് പെട്ടെന്ന് കോപ്പപ്പ് ചെയ്യാൻ വളരെയധികം വിഷമം. പെട്ടെന്ന് തലവേദന നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കും. തലവേദന ഒന്നും ഉണ്ടാവില്ല, പക്ഷെ തലവേദനയാന്ന് പറഞ്ഞ് അവിടെ കിടക്കും. കാരണം ഫേസ് ചെയ്യേണ്ട ആരും. പിന്നെ നോക്കുമ്പോൾ കിടന്ന് കരയായിരിക്കും അവർ. അപ്പോഴാണ് നമ്മൾ തലവേദന വരുമ്പോൾ കരയല്ലല്ലോ, അപ്പോഴാണ് ചോദിച്ചു വരുമ്പോൾ അമ്മ ഇങ്ങനെ പോയി ടീച്ചറെ, അപ്പോൾ അത് പറ്റുന്നില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ ഹോസ്റ്റലിലേക്ക് മാറ്റുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടപ്പെട്ട അവരെ നമ്മൾ ആലോചിക്കുമ്പോൾ ഞാനൊരു അമ്മയാണ്. അപ്പോൾ അമ്മമാർ മാറി നിൽക്കുമ്പോൾ നമുക്ക് മക്കളിൽ വരുന്ന ഒരു വിഷമം നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും ജീവിതത്തിന് പ്രാരാബ്ധം കാരണമായിരിക്കും പാരൻസ് അതിനൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ മക്കളിൽ ആ ഒരു വേദന ഇപ്പോഴും ഉണ്ടാവും. നമ്മൾ എത്രത്തോളം ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാലും കൗൺസിലിംഗ് കൊടുത്താലും ആ വിഷമം അവരിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. സിസ്റ്റർ പറഞ്ഞ പോലെ അത് വേറൊരു രീതിയിൽ പിന്നെ പ്രതിഫലിക്കാനും ചാൻസ് ആണ്. നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയില്ലെങ്കിൽ, നല്ലൊരു ഒപ്പമുള്ള ഒരേ വേവ് ലെങ്ത് ഉള്ളവർ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അവർ വേറെ രീതിയിലും പോവാനായിട്ട് ചാൻസ് കൂടുതലായിരിക്കും. ഇതൊരു സൈക്കോളജിക്കൽ വശം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന് തന്നെ തോന്നുന്നത് ഞാൻ ഒറ്റപ്പെടുമോ എന്നൊരു ഭയം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം അവർ കണ്ടിരിക്കുന്ന ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് മാറുക എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഒറ്റപ്പെട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒറ്റപ്പെട്ട് എന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാൻ പറ്റുന്നൊരു ചാൻസ് ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവർ എന്നെ ഉപദ്രവിക്കുമോ എന്നൊരു പേടി. പിന്നീട് ഇവർക്കുണ്ടാകുന്നത് ഇവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ടല്ലോ, അതായത് അച്ഛനും അമ്മയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരായിരിക്കാം, അവരെ ആരെങ്കിലും ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ. അപ്പം ഇതുപോലെയുള്ളൊരു പേടിയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റേണൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടന്റ് ഓഫ് തോട്ടിൽ ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും. ഉപദ്രവിക്കപ്പെടുമോ എന്നൊരു പേടി, ഒറ്റപ്പെടുമോ എന്നൊരു പേടി, ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ടാകുമോ എന്നൊരു പേടി. അപ്പം ഇതുകൊണ്ടാണ് അവർ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു ഉള്ളിൽ അവർ ഇന്റേണൽ ആന്ന് പറഞ്ഞു. ഈ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അതൊന്ന് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്യാവോ, ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇപ്പം നമ്മൾ പറയും ചില സമയങ്ങളിലൊക്കെ കുട്ടികൾ അമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ മാറാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പം ഞാനിതൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാം. നമ്മുടെ ഇടയ്ക്ക് ഒരു 3.5 വയസ്സുള്ളൊരു പെൺകുട്ടിയെ കൊച്ചിനെ കൊണ്ടുവരുവാണ്. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സ്കൂളിലേക്ക് ആക്കാനുള്ള സമയമായി. അപ്പോൾ പ്ലേ സ്കൂളിലേക്ക് ആക്കുന്നു. സാധാരണ പ്ലേ സ്കൂളിലേക്കൊക്കെ പോകാനായിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ പ്ലേ സ്കൂളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. പാട്ടും കൂത്തും കളികളും ചിരികളും നല്ല അതെ ടോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ കളിപ്പാട്ട്, പല കളി സ്ഥലങ്ങളുണ്ട്, ഒത്തിരി കുട്ടികൾ വരുന്നു. അപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോഴത്തെ കുറച്ചുകൂടി ട്രെയിൻഡാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ സാധാരണയായിട്ട് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ് ഈ നമ്മുടെ പ്ലേ സ്കൂളുകളൊക്കെ. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്ലേ സ്കൂളിലേക്ക് കൊണ്ടേ ആക്കിയപ്പം ആക്കാൻ പോകുന്നു എന്നൊരു ടോക്ക് വീട്ടിലുണ്ടായപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞ് ഭയങ്കരമായിട്ട് അമ്മയായിട്ട് അറ്റാച്ച്ഡായി. അമ്മ ഇങ്ങനെ അള്ളിപ്പിടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നു. അമ്മയോട് എന്നെ ഒരിടത്തും കൊണ്ട് വിടരുതേ, അമ്മ മാറരുതേ, അമ്മ പോകരുതേ എന്നുള്ള രീതിയായി. പിന്നീട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കൊച്ചിന് ഉറക്കം കുറഞ്ഞു. കുഞ്ഞ് ഉറങ്ങുന്നില്ല. ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഉറക്കം കിടത്തുമ്പോഴാണെങ്കിലും അമ്മയോട് ചോദിക്കുന്ന അമ്മ എന്നെ നാളെ സ്കൂളിൽ വിടുവോ, അപ്പം അമ്മയും കൂടി വന്നിരിക്കുവോ, എന്നെ വേറെ ആരെങ്കിലും തോണ്ടുവോ, എന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുവോ, അവരൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോകുമോ, സപ്പോസ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്നെ വേറെ ആരെങ്കിലും വേറെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എന്ത് പറ്റും. അപ്പോൾ ഒരു 3.5 വയസ്സുള്ള കുഞ്ഞാണെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് മനസ്സിലായി കൊച്ചിന് നല്ലൊരു പേടിയുണ്ട്. ഭക്ഷണം കഴിക്കാതെയായി. പക്ഷേ അന്ന് സ്കൂളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള എല്ലാ കളിസ്ഥലങ്ങളൊക്കെ കാണിച്ചു. പക്ഷേ കുഞ്ഞ് ഇവരിൽ നിന്ന് വിട്ടുമാറാനായിട്ടൊന്നും ഭയപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇവർക്ക് മനസ്സിലായത് എക്സസീവായിട്ടുള്ള കരച്ചിലായത്. ഈ കരച്ചിൽ വന്നിട്ട് കുഞ്ഞിനെ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കായി. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടിരുത്തും, കരച്ചിൽ തുടങ്ങും. അപ്പം ഈ കുഞ്ഞ് കരയണ കണ്ടുകൊണ്ട് ബാക്കി കുട്ടികൾ, നമുക്കറിയാം കുട്ടികളുടെ കാര്യമാണ്, അവർ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരും ഉടനെ കരച്ചിൽ തുടങ്ങുവാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ടീച്ചർ തന്നെയാണ് പറഞ്ഞത്, ഓക്കെ നമ്മളിങ്ങനെ കൊച്ചിനെ അകറ്റാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ബലം പ്രയോഗിച്ച് അകറ്റിയിട്ട് കാര്യമില്ല, അതിനെന്തെങ്കിലുമൊക്കെയുള്ള കാരണങ്ങൾ കാണും. പക്ഷേ കൊച്ചിനിങ്ങനെ നമ്മുടെ ഈ സ്കൂളിലേക്ക്
അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്കൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും നടപടികൾ നമുക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്ത് വരുന്നത്. വന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴത്തേക്ക് മനസ്സിലായി കുഞ്ഞിനൊരു സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ട്, കുഞ്ഞിന് ആ ഒരു ഇന്റേണൽ ഫിയർ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഈ കേസ് ഹിസ്റ്ററിയിൽ നിന്നൊക്കെ. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച്, റാപ്പോ ബിൽഡിംഗ് അപ്രോച്ച് എടുക്കുകയാണ്. ആർട്ട് തെറാപ്പിയിലെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു സെഷൻസിലൂടെയാണ് ആ കുഞ്ഞിൻ്റെ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു പേടിയുടെ ഫീലിംഗ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മളതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ കുഞ്ഞിനൊരു 2.5 വയസ്സൊക്കെ കഴിയുന്നൊരു കാലഘട്ടത്തിൽ കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടതായിട്ട് ഇവർക്ക് വന്നു. ആ ഒരു സമയത്ത് നമുക്കറിയാം കുഞ്ഞുങ്ങളെയൊന്നും നമുക്ക് പെട്ടെന്നൊരു ലാബിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനൊന്നും പറ്റത്തില്ല, അത്ര ഈസി അല്ല. പക്ഷെ അവിടെ എന്ത് പറ്റിയെന്നറിയില്ല, ആ ലാബിലുണ്ടായിരുന്ന സ്റ്റാഫ് പറഞ്ഞു, ഓക്കെ അച്ഛനും അമ്മയൊന്നും കയറണ്ട, നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയ്യോ അങ്ങനെ കുത്തരുതേ ഇന്നിങ്ങനെ കുത്തരുതേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങൾ തരും, ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുപോയി ബ്ലഡ് എടുത്ത് തിരിച്ചു കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞ് കൊച്ചിനെ പിടിച്ച് പറിച്ചെടുത്ത് കൊണ്ടുപോയ പോലെയാണ് കൊണ്ടുപോയത്. അപ്പോൾ അന്ന് കൊച്ചു വളരെയധികം കരഞ്ഞു, പ്രശ്നമുണ്ടായി. ആ ഒരു സംഭവത്തിന് ശേഷം തിരിച്ചു കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ കൊച്ചിൻ്റെ ടെമ്പറേച്ചർ ലെവൽ കൂടിയതായിരുന്നു, പനിയൊക്കെ ആയി. അപ്പോഴേ അവർക്ക് മനസ്സിലായി ഇതെന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം ഈ ഒരു സംഭവം മേ ബി കുഞ്ഞിലേക്ക് ഒരു ഇന്റേണൽ ഫീലിംഗ് ഓഫ് ഫിയർ വരുത്തിയിട്ടുണ്ടാവണം, ഒരു പേടി. അതായത് എന്നെ പിടിച്ച് എൻ്റെ ലവ്ഡ് വൺസിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ എനിക്കവിടെ ആരും ഇല്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ ആ കുഞ്ഞിലുണ്ടായി കാണാം. അപ്പം ഞാനിത് പറയാനായിട്ടൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ് കുട്ടികൾ കരയും, അല്ലെങ്കിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥിതിയിൽ നിന്ന് വേറൊരു സ്ഥിതിയിലേക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ കരയും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കുറച്ചുകൂടി അവരെ ടോളറേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പിന്നീടും ഇതേപോലെയുള്ള സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ ഇവർക്ക് ഒരു ഇന്നർ ഹീലിംഗ് തെറാപ്പീസ് ഒക്കെ ചെയ്ത ഒരു ചേഞ്ച് ഉണ്ടാവും. കാരണം നമുക്കിപ്പോൾ മുതിർന്നവർക്ക് ചെയ്യുന്നത് പോലെയുള്ളൊരു തെറാപ്പി സെക്ഷൻ അല്ല നമ്മൾ കുട്ടികൾക്ക് ചെയ്യുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ പുതിയ ഒരു ലോകവുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കൂടുതലും നമ്മൾ പ്ലേ തെറാപ്പി മോഡുകളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. കാരണം അച്ഛനും അമ്മയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും എനിക്ക് സുരക്ഷിതത്വം ഉണ്ട് എന്ന ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ്, ഒരു കോൺഫിഡൻസ് ഇവർക്ക് കിട്ടണം. അപ്പോൾ ആദ്യമേയൊക്കെ നമ്മൾ ഈ സെഷൻസിൽ അച്ഛനോ അമ്മയോ ആരാണോ വന്നിരിക്കുന്നത് അതൊരു പാരൻ്റൽ അസിസ്റ്റിംഗ് മെത്തേഡിലാണ് നമ്മൾ ഈ സെഷൻസ് ചെയ്യുന്നത്, അല്ലാതെ അവരെ മാറ്റിയല്ല ചെയ്യുന്നത്. കൂടുതലും പ്ലേ തെറാപ്പി മോഡായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഇപ്പം സ്കൂളുകളിൽ ഇത്തരം കുട്ടികളെ നമ്മൾ കണ്ടെത്താനായിട്ട് എന്തെങ്കിലും മാർഗം, അല്ലെങ്കിൽ ഈ പാരൻസ് ആയിട്ട് ഡയറക്റ്റ് വന്ന് ഇങ്ങനെ അവൾക്കൊരു പേടി ഉണ്ടെന്നോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നോ എന്ന് പറയാറുണ്ട്? പാരൻസ് പറയാറുണ്ട്. സ്കൂളിലേക്ക് വരുമ്പോൾ വരണേക്കാൾ മുന്നേ പറയും വയറുവേദനയാണ്, തലവേദനയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും വരാൻ താല്പര്യമില്ല, എപ്പോഴും ആബ്സെൻ്റ് ആവുന്നുണ്ട്, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു കുഴപ്പമില്ല, അപ്പോൾ ടീച്ചറൊന്ന് സംസാരിക്കുമെന്ന് പറയാറുണ്ട്. കാരണം അവർക്ക് ഇങ്ങോട്ട് വന്നിരുന്നപ്പോൾ അവർ പറയും ആ കൂട്ടുകാർ ശരിയല്ല, ഭക്ഷണം കഴിക്കുന്ന രീതി ശരിയല്ല, അവർക്കെല്ലാം എക്സ്ക്യൂസുകൾ പറയും വരാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞ് അവരോട് സംസാരിച്ച് വരുമ്പോഴാണ് അവർക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ പാരൻസൊക്കെ സെപ്പറേറ്റഡ് ഒക്കെ ആണെങ്കിൽ അമ്മ എവിടേക്കേലും പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി അവരുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ തന്നെ കുറേ ആൽക്കഹോളിക്കായ പാരൻസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് അമ്മേനെ തിരിച്ച് സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അച്ഛൻ വരുമോ എന്നുള്ള പേടികളാണ് കുട്ടികൾക്ക്. പാരൻസ് ഇതും പാരൻറ്റിങ്ങിൽ തന്നെയാണ് പോകുന്നത്. കാരണം പാരൻസ് ശ്രദ്ധിക്കുന്നില്ല, കുട്ടികൾ അവിടെ നിൽക്കുമ്പോൾ അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പാരൻസ് കുട്ടികളെ ശ്രദ്ധിക്കണില്ലെങ്കിലും കുട്ടികൾ പാരൻസിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ. പിന്നെ പലപ്പോഴും വീട്ടിലാണെങ്കിലും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികൾ അവർ ശ്രദ്ധിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അവർക്കും അതും ഉള്ളിൽ വിഷമമാണ്. അപ്പം എനിക്ക് ആരുമില്ല എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരാണ്, എവിടേക്കാണ് പോകേണ്ടത്. കുഞ്ഞു കുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ച് ചേട്ടന്മാരൊക്കെ ആവുമ്പോൾ അനിയന്മാരുണ്ടെങ്കിൽ അനിയന്മാരുടെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, അവർക്ക് എന്തായിരിക്കും. ചില കുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർ ശരിക്കും ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ കയ്യിൽ കിട്ടണം. അല്ലെങ്കിൽ അവർക്ക് തോന്നും ഇവിടെയും സേഫ് അല്ലെങ്കിൽ അവർക്ക് വല്ലാത്ത രീതിയിൽ പഠനത്തിൽ മോശമായിരിക്കും. പിന്നെ ഒപ്പമുള്ള കമ്മ്യൂണിക്കേഷൻ, ഫ്രണ്ട്സായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായിരിക്കും. അപ്പം നല്ല രീതിയിൽ ആദ്യമേ തന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് കൊടുത്താലാണ് അവരെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് വരാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം,
ഇങ്ങനൊരു സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ളൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പുതിയ സാഹചര്യങ്ങളും പുതിയ വ്യക്തികളുമായിട്ട് പെട്ടെന്ന് ഇടപെടില്ല. ഇത് തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. കാരണം കുട്ടികളുമായിട്ട് ഇടപെട്ടു അവർക്കൊരു പിയർ റിലേഷൻഷിപ്പ്, അതായത് അവരുടെ പ്രായത്തിലുള്ള സമപ്രായക്കാരുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ വന്നെങ്കിലേ അവിടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുള്ളൂ. വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവണം. അവിടുന്ന് തന്നെ അവർ മറ്റുള്ള കുട്ടികളെ കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ട ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഭാവിയിൽ ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആവാനായിട്ട് ഇതൊക്കെ ഒരു ചാൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള കുട്ടികളുടെ പിന്നീടുള്ള ചില സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആങ്സൈറ്റി സ്പെക്ട്രത്തിലെ പല പ്രശ്നങ്ങളിലേക്കും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇപ്പോൾ കൊച്ചുകാരെയാണ് അവിടെ ഇട്ടിട്ട് ഇങ്ങ് പോന്നാൽ പോരായിരുന്നോ നിനക്ക്, അല്ലെങ്കിൽ റൂമിൽ അടച്ചിട്ടിട്ട് പോന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല കുട്ടികളെ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടത് ചിലപ്പോൾ ഒരു ആങ്സൈറ്റി പ്രോൺ ആയിട്ടുള്ള ടെമ്പറാമെൻ്റ് ആയിരിക്കും ആ കുഞ്ഞിനുള്ളത്. കാരണം ജനറ്റിക്കായിട്ട് കിട്ടിയിരിക്കുന്നത് ആ കുട്ടിയിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവത്തിൻ്റെ പ്രത്യേകതയിൽ ഇതുപോലെ ആങ്സൈറ്റി ഉള്ളവരുണ്ടാകാം അല്ലേ. ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പേടിയില്ല, എവിടെ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും പോകും, ഒരു പ്രശ്നവുമില്ല. ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാലും പുതിയ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് അതങ്ങനെ വലിയൊരു ചേഞ്ച് വരുത്തുന്നില്ല. പക്ഷെ ചില കുട്ടികൾക്ക് അങ്ങനെയല്ല. കാരണം അത് നമ്മുടെ ടെമ്പറാമെൻ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രത്യേകതയാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറാനായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷവും പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഇൻവോൾവ്മെൻറ്റ്, ടീച്ചേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ഹോസ്പിറ്റലുകൾ കാര്യങ്ങളൊക്കെ അവിടെയും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ പാരൻസിൻ്റെ ഒരു അമിതമായ ഒരു പാമ്പറിങ്ങും കെയറിങ്ങും കൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? നമുക്കതിന് 100% ഒരു പാരൻസിൻ്റെ പാമ്പറിങ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇവർക്ക് ഇതിന് മുൻപുള്ളൊരു കുട്ടി ഒരു പ്രശ്നമില്ലാതെ സ്കൂളിൽ പോയിട്ടുണ്ടാവാം. പക്ഷെ ഈ കുഞ്ഞ് വന്നപ്പോഴാണ് അങ്ങനെ വന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനിതക സ്വഭാവം, അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടെമ്പറാമെൻറ്റ് അതിൻ്റെ അകത്തൊരു ഘടകമാണ്. പിന്നെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കാരണം അവിടെ കുഞ്ഞ് അനുഭവിക്കുന്ന ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേടിയുടെ ഒരു ഫിഗറുണ്ട്. കാരണം അച്ഛനും അമ്മയും വേറെയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി കുഞ്ഞിന് ഫീൽ ചെയ്യുന്നുണ്ട്. കുഞ്ഞിന് വേണ്ട ഒരു രണ്ട് ഭാഗത്തു നിന്നുള്ള കെയർ അവിടെ കിട്ടാതെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കുടുംബ അന്തരീക്ഷം ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ കുഞ്ഞുങ്ങൾ കാണുന്ന വിഷ്വൽ മീഡിയകൾ, ഇപ്പം നമ്മളോർക്കും അതവിടെ ഇരുന്ന് ഒരു സിനിമ കണ്ടിട്ട് ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു, കുറേ നേരം അമ്മയുടെ ഇടയ്ക്ക് ഇരുന്ന് കരഞ്ഞു, എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സിനിമയിൽ കണ്ട പോലെ എന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കുമോ? അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വിഷ്വൽ മീഡിയകൾ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അവർ കാണുന്ന ആനിമേഷൻ, അവർ കാണുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ട് ഇത് എനിക്കും സംഭവിക്കുമോ എന്നൊരു അമിതമായൊരു പേടി കുട്ടികൾക്കുണ്ട്. ഇപ്പോൾ പൊതുവെ ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലിനിക്കൽ പരമായിട്ട് സോൾവ് ചെയ്യുക? ഓക്കെ, നമ്മളിങ്ങനെ ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് പാരൻ്റൽ ട്രെയിനിങ് ആണ് അതിനകത്ത് ആവശ്യം. ഒരു സൈക്കോ എഡ്യൂക്കേഷൻ മോഡ് എന്ന് പറയും. സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച്, ലക്ഷണങ്ങളെക്കുറിച്ച്, ഇത് വരാനുള്ള സാധ്യതകളെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് മാതാപിതാക്കളുമായിട്ട് സംസാരിക്കും. കാരണം പലപ്പോഴും നമ്മൾ ചില ചർച്ചകളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ കാര്യമില്ലേ, ഇതിന് മാത്രം ചർച്ച ചെയ്യാൻ തന്നെ ഉള്ളത്, അവരിപ്പോൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ തല്ലണം, അല്ലെങ്കിൽ അവർ കരഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് പോരണം, അത് അങ്ങനെ നമ്മൾ ഒത്തിരി ഫോക്കസ് ചെയ്തിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയും. നോ, കാരണം കുട്ടികളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെ. അപ്പം മാതാപിതാക്കൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു അറിവ് നമ്മൾ കൊടുക്കണം. പലപ്പോഴും വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പം വിവാഹം കഴിച്ചു അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടുതൽ അറ്റാച്ച്ഡ് ആകണമെന്നില്ല. ഇവിടെ മാതാപിതാക്കൾക്ക് തന്നെ അഡാപ്റ്റേഷൻ പ്രോബ്ലം വരുന്നുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം വരുന്നുണ്ട്. ഈ ഒരു പ്രോബ്ലം നമ്മൾ അറിയാതെ പോലും കുഞ്ഞുങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു പാരൻ്റൽ സ്കില്ലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് പാരൻ്റൽ അസിസ്റ്റഡ് ആയിട്ടുള്ള
നമ്മുടെ പ്ലേ തെറാപ്പി സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കുഞ്ഞ് അവരുടെ ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫിഗറിൽ നിന്നും അവരുടെ മാതാപിതാക്കളിൽ നിന്നും മാറി നിൽക്കുമ്പോഴും അവർ സുരക്ഷിതരാണ് എന്നൊരു ബോധം അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് ഉള്ളത്. അതിനുശേഷം നമ്മൾ പതുക്കെ ഇവരുടെ നല്ല ബിഹേവിയറിന്, അതായത് ഇവർ പാരൻസിൽ നിന്ന് കുറച്ച് സമയം മാറി നിന്നു, അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു സുരക്ഷിതത്വം ലഭിച്ചു, അതോടൊപ്പം ഒരു റിവാർഡും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയർ, അതായത് നമ്മൾ എന്താണ് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലുള്ള ഒരു നല്ല പെരുമാറ്റമാണ് ആ കുഞ്ഞ് ചെയ്തത്, അതിനനുസരിച്ച് നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ചില പേരൻസ് ഉണ്ടല്ലോ, ചെറുപ്പത്തിൽ പിള്ളേര് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായാലും പേരൻസ് ഒന്ന് വിലക്കും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികളായിട്ട് പേരൻസിന് വിട്ടു പോകാത്ത ഒരു അവസ്ഥ, കുട്ടികൾക്ക് പറ്റില്ല പിന്നെ പേരൻസിന് അങ്ങനെ പോകാനായിട്ട്. അപ്പോൾ അത് തീർച്ചയായും ഈ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കറിയാം, ചിലർ ഇപ്പോൾ ഔട്ട് ഓഫ് കേരളയിൽ പോകുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവർ 1 മാസം 2 മാസം കൊണ്ടൊക്കെ തിരിച്ചു വരുവാണ്. ആ തിരിച്ചു വരുന്നത് വളരെ സൈക്കോളജിക്കൽ ട്രോമ അനുഭവിച്ചുകൊണ്ടൊക്കെയാണ്. അങ്ങനെ ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതും ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. തുഷാര പറഞ്ഞത് കറക്റ്റാണ്. കുഞ്ഞുങ്ങൾ വിട്ടുപിരിയാൻ തയ്യാറാകുമ്പോഴും കുഞ്ഞുങ്ങളെ വിട്ടുപിരിയാൻ തയ്യാറാകാത്ത മാതാപിതാക്കളുണ്ട്. കാരണം അവർക്ക് പറ്റുന്നില്ല. അപ്പം എനിക്കറിയാം ചില കേസസിലൊക്കെ ഓഫീസിൽ പോയ കുട്ടിയുടെ അച്ഛൻ തിരിച്ചു വരുവാണ്, എന്നിട്ട് കൊച്ചിനെ സ്കൂളിൽ വന്ന് കാണുന്നു. അപ്പോൾ ടീച്ചർ ചോദിക്കും എന്താ വന്നത്, എനിക്ക് അവിടെ ഇരുന്നിട്ട് പറ്റണില്ല, വെപ്രാളം, അതുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. കാരണം എൻ്റെ അച്ഛനോ അമ്മയ്ക്ക് എന്നെ പിരിയാൻ പറ്റില്ല. അപ്പം അത് കുട്ടിയിലുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത് സെയിം വേ തന്നെ ഇതിൻ്റെ വേറൊരു എക്സ്റ്റൻഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ചില സമയങ്ങളിൽ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം പെൺകുട്ടികൾ, പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികളുടെയാണ് കാണുന്നത്. കാരണം പെൺകുട്ടികളാണല്ലോ കല്യാണം കഴിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ ചില അമ്മമാർക്ക് അച്ഛന്മാർക്ക് സഹിക്കാൻ പറ്റണില്ല. നമ്മൾ സാധാരണ പറയും, 1 മണിക്കൂർ ഉണ്ടെങ്കിൽ മണിക്കൂറിൽ ഓരോ മിനിറ്റിലും വിളിച്ചുകൊണ്ടിരിക്കുക, നീ എന്താ ചെയ്യണേ, ഇതെല്ലാം ചെയ്യണം. ഇതെല്ലാം ഒരു സെപ്പറേഷനിലുള്ള ഉണ്ടാക്കേണ്ട ഒരു ആങ്സൈറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ മാതാപിതാക്കളാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അവരുടെ പ്രായത്തിനനുസരിച്ച് സാഹചര്യങ്ങൾ മാറേണ്ടതായിട്ട് വരും. എപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ മാത്രം ജീവിക്കേണ്ടവരല്ല നമ്മൾ, അല്ലേ? നമ്മൾ സാധാരണ അതിന് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുമ്പോഴല്ലേ കഥകൾ പറയാറുണ്ട്. പരുന്ത് തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാനായിട്ട് പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വന്നിട്ടല്ല. അവർ വലിയ മലയുടെ പാറയുടെ ഒക്കെ പൊക്കത്തിൽ ചെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തി പിന്നെ അവരെ അതിൽ നിന്ന് തള്ളിയിടുകയാണ്. അതുപോലെ തന്നെ എല്ലാ പക്ഷികളും ഒക്കെ പറക്കാൻ പഠിപ്പിക്കുന്നത് അവർ സ്വസ്ഥമായിരുന്ന ചില്ലകൾ മുറിച്ചിടുകയാണ്. എന്നിട്ട് പറന്നു വരുമ്പോൾ അവരെ താങ്ങുന്നു. അപ്പൊ ഈ ഒരു പോളിസി തന്നെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും എടുക്കേണ്ടതായിട്ടുള്ളത്. കുട്ടികള് നമ്മൾ ഈ നടക്കാൻ പഠിക്കട്ടെ, അല്ലെങ്കിൽ അവര് നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് പോവട്ടെ, അവര് തന്നെ അവരെ ഒരു സുരക്ഷിതത്വമുള്ളവരായിട്ട് കൊണ്ടുപോകാൻ പഠിക്കട്ടെ. അതായത് കുട്ടികൾ ഓരോ എക്സ്പോഷർ കിട്ടിയാണ്, അതായത് അവർക്ക് സാഹചര്യങ്ങൾ ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയാണ് വളരേണ്ടത്, പഠിക്കേണ്ടത് എന്നൊരു ആറ്റിറ്റ്യൂഡ് കൂടി നമ്മുടെ മാതാപിതാക്കൾ വളർത്തേണ്ടതായിട്ടുണ്ട്. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്റർ ഡോണയ്ക്കും ബിനിത മാമിനും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.